ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലൂസിഫർ 2 എംപുരാൻ. എംപുരാൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എ ഗോഡ് മോർ ദാൻ എ കിങ്. അപ്പോൾ അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഭയങ്കരമായ ആധികാരികതയുള്ള ശക്തി വിശേഷമാണ് എംപുരാൻ എന്ന് പറഞ്ഞാൽ. മലയാള സിനിമയിൽ തന്നെ ഇത്രയും ഹൈപ്പുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇതിനു മുമ്പ് ഒടിയൻ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം ഇത്രയും ഹൈപ്പുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ രജനി ചിത്രങ്ങൾക്കല്ലാതെ ഇത്രയും ഹൈപ്പോടെ കാത്തിരുന്ന മറ്റൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്കില്ല. എനിക്ക് രാവിലെ 6 മണിയുടെ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ശരിയാവാത്തൊരവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സിനിമയെ സ്നേഹിക്കുന്നവരുടെ കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ വരെ വന്ന് ഞാൻ അത്രയും ഹൈപ്പോടെയാണ് സിനിമയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ 6 മണിന് മുമ്പ് ഒരു 5:45 ഞാൻ ബാലുശ്ശേരി സന്ധ്യയിലെത്തി. അവിടെ എത്തിയ സമയത്ത് ടിക്കറ്റ് എനിക്ക് തരാനുള്ള ആൾ എത്തിയിട്ടില്ല. അപ്പം ഏകദേശം 5:50, 55 ആകുമ്പോഴേക്കാണ് 6 മണിയാകുമ്പോൾ ഷോ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ വളരെ ആസ്വദിച്ചാണ് ഞാൻ 6 മണിയുടെ ഷോയ്ക്ക് കയറിയത്. എൻ്റെ കൂട്ടുകാരോടൊപ്പം തിയേറ്ററിൽ കയറിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ആരവങ്ങളും കയ്യടികളും വിസിലുകളും സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ വളരെ ആവേശത്തോടെയാണ് നമ്മളിങ്ങനെ ലാലേട്ടൻ്റെ എൻട്രി, ലൂസിഫറിൻ്റെ ടൈറ്റിൽ കാർഡ് ഒക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. തുടക്കം തന്നെ ഭീകരമാണ്. തുടക്കം തന്നെ ഒരു പൊട്ടിത്തെറിയും വെടിവെപ്പൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് മലയാള സിനിമയാണോ? കുറയാം സ്റ്റാൻഡേർഡ് വിട്ടൊരു കളി പൃഥ്വിരാജ് കളിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അത്രയും സൂപ്പറായിട്ടുള്ള ഫസ്റ്റിലെ ആ ഒരു അബ്രോഡായിട്ടുള്ളൊരു ഷൂട്ടിങ്ങാണ്. അവിടെ തന്നെ സിനിമയുടെ ക്വാളിറ്റിയുടെ ടോപ്പ് നോച്ചാണ് കാണിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് നേരെ നമ്മളെ കാണിക്കുന്ന ഇന്ത്യയിലെ 2002 കണ്ടീഷനാണ്. ഞാൻ പറയുന്നില്ല, കൂടുതൽ സ്റ്റോറിയൊന്നും പറയുന്നില്ല. ഒക്കെ വളരെ സൂപ്പറായിട്ട് ഇൻറ്റൻസായിട്ട് നമ്മുടെ ഉള്ളിൽ തറച്ച് കയറുന്ന രീതിയിൽ ആ സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിൽ തട്ടും. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ രാജ്യത്തൊക്കെ നടന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അത് ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ആ സിനിമ നമ്മുടെ റിവെഞ്ച് ടൈപ്പ് തന്നെയാണ് സിനിമയുടെ ഒരു മെയിൻ മൂലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിവൃത്തം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പ്രതികാരം തന്നെയാണ്. സിനിമയുടെ കൂടുതൽ തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലെ റൈറ്റിംഗ് ആണ്. ഇതിലെ ഡയലോഗ്സ്, കൊളോക്കിയൽ ലാംഗ്വേജ് മുതൽ സാഹിത്യ ഭാഷയുടെ അങ്ങ് എക്സ്ട്രീം ലെവൽ വരെ മുരളി ഗോപി എത്തിച്ചിട്ടുണ്ട്. എന്ത് രസമാണ് ഡയലോഗ്സൊക്കെ കേൾക്കാൻ. സാഹിത്യ ഭാഷകൾ കേൾക്കുമ്പോൾ സാധാരണയായിട്ട് ഇന്നത്തെ കാലത്ത് ക്രിഞ്ച് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും ഫീൽ ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ മുരളി ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. ദെൻ പൃഥ്വിരാജിൻ്റെ മേക്കിംഗ്. ഇതിനെ വേറെ ബോളിവുഡ് ഹോളിവുഡ് വെച്ചിട്ടൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ഒരു മലയാള സിനിമ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ഭീകരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇൻ്റർനാഷണൽ ലെവൽ ക്വാളിറ്റിയാണ് ചില ഫസ്റ്റ് ഹാഫിലൊക്കെ, ചില സീക്വൻസിലൊക്കെ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പം ഞാൻ പറയാം, അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് 10 കൊമേഴ്ഷ്യൽ ഡയറക്ടർ എടുത്തു നോക്കിയാൽ അതിൽ ഒന്ന് പൃഥ്വിരാജ് ആവാനുള്ള എല്ലാ സാധ്യതകളും പൃഥ്വിരാജ് തുറന്നു കാണിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. അത്രയും സൂപ്പറായിട്ട് ഓരോ ഭാഗവും ശ്രദ്ധിച്ച് പൃഥ്വിരാജ് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ അറിയാലോ, ഫൈറ്റ് സീക്വൻസിൻ്റെ മന്നന്മാരാണ് പൃഥ്വിരാജും പിന്നെ നമ്മുടെ നായകനായിട്ടുള്ള ലാലേട്ടനും. അവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നിങ്ങൾ ടീസറിലും ട്രെയിലറിലും കണ്ടിട്ടുണ്ടാവും. ആ സീനൊക്കെ തിയേറ്റർ പൊട്ടിത്തെറിയാണ്. അതേപോലെ കാട്ടുന്നുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. മീശ വിരിച്ചിട്ട് മുണ്ട് മടക്കുന്നൊരു സീനുണ്ട്. പറയാനില്ല, മുണ്ട് മടക്കിയാൽ അറിയാലോ, ആ ലെവൽ സാധനം. തിയേറ്റർ കാട് കത്തുന്ന സീന് പോലെ തിയേറ്റർ നിന്ന് കത്തുകയാണ്. എൻ്റെ പോലെ എനിക്ക് ലൂസിഫർ എന്നുള്ള സിനിമയിൽ കുറേ സീക്വൻസ് മനസ്സിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ എമ്പുരാൻ എന്നുള്ള സിനിമയിലാകെ 1-2 സീക്വൻസേ നിലനിൽക്കുന്നുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് ഈ കാട്ടിലെ ഫൈറ്റ് സീനാണ്. പിന്നെ മോഹൻലാലും പൃഥ്വിരാജും കൂടിയുള്ള കോമ്പിനേഷൻ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സീൻസ് മാത്രമേ നമ്മൾ ഉള്ളിൽ, അതായത് ഇമോഷണലി കണക്ട് ചെയ്യാൻ ലൂസിഫർ പോലെ എമ്പുരാന് സാധിച്ചിട്ടില്ല. അതാണ്. പിന്നെ സീക്വലാണ്, അപ്പോൾ കണ്ടിന്യൂഷനാണ്. സ്റ്റോറി പറഞ്ഞു പോകണം, നമ്മുടെ ഉള്ളിൽ അത് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. 3 മണിക്കൂർ സിനിമയാണ്, ലാഗ് ഇല്ലാണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. 3 മണിക്കൂർ എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അത് നമ്മൾ പിടിച്ചിരുത്തുക എന്ന് പറയുന്നതും സ്റ്റോറി പറഞ്ഞു പോകാൻ വേണം. വെറും ഒരു മാസ് മസാല അല്ലെങ്കിൽ ക്ലീഷേ മസാല ടൈപ്പ് പടം പോലെ ആവാനും പാടില്ല. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് പൃഥ്വിരാജ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മുരളി ഗോപി ആണെങ്കിലും ദീപക് ദേവ് മ്യൂസിക് സൂപ്പർ. വെറും അനാവശ്യമായിട്ട് മ്യൂസിക്കുകൾ അടിച്ച് കയറ്റി തിയേറ്ററിൽ കൈഡിണ്ടാക്കാനല്ല ശ്രമിച്ചത്. ക്ലാസിക്കായി മൂവ് ചെയ്യേണ്ട സ്ഥലത്ത് അത്രയും സൂപ്പറായിട്ട് വൃത്തിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ദീപക് ദേവ്.
പിന്നെ 3 മണിക്കൂറിൻ്റെ കാര്യം പറയുമ്പോൾ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഇതിൽ പോകണ്ട കേട്ടോ. ചില പേരൊക്കെ പറയും അയ്യോ എൻ്റെ 3 മണിക്കൂർ വെറുതെ. ആ 3 മണിക്കൂർ പ്രത്യേകിച്ച് എഫക്റ്റീവായിട്ട് ഒരു കാര്യം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ സിനിമയിലെ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്തോ പോയ പോലെയൊക്കെ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരൊന്നും ഈ സിനിമയ്ക്ക് കയറുക വേണ്ട. കാരണം നിങ്ങൾക്കൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ 1-2 ഹൈ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ചില സീക്വൻസ് കിട്ടിയെന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സിനിമയിൽ നിന്ന് കിട്ടണമെന്ന് ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിലിരുന്ന് 3 മണിക്കൂർ റീൽസ് കണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ പോലും സിനിമ 3 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയുന്ന ടീമുകളുടെ ദയവ് ചെയ്തിട്ട് ആ പരിസരത്തേക്ക് നിങ്ങൾ പോകണമെന്നില്ല. പിന്നെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, ഈ സിനിമ എന്നെ സംബന്ധിച്ചൊരു 1 ടൈം വാച്ചബിൾ പക്ക മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ് വിത്ത് ഗുഡ് സ്റ്റോറി ടെല്ലിംഗ്. എന്തായാലും ഈ ഒരു സിനിമ കൊണ്ട് മലയാള സിനിമയ്ക്ക് ഇനിയും സ്വപ്നങ്ങൾ കാണാൻ പറ്റുമെന്ന് പൃഥ്വിരാജ് തെളിയിച്ചു. നമുക്കും ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പാൻ ഇന്ത്യൻ ലെവൽ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള മരുന്നും നമ്മുടെ കയ്യിലുണ്ട് എന്ന് എമ്പുരാൻ തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.